എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് മാടക്കത്തറയിലാണ്. മാടക്കത്തറയില് എൻ്റെ ഒരു സുഹൃത്ത് രജീഷേട്ടന്റെ വീട്ടിലാണ് ഉള്ളത്. ഫൈറ്റർ, ഏഞ്ചല്, അങ്ങനെ കുറച്ച് മത്സ്യങ്ങളാള് പുല്ലുപോലെ നോക്കി വളർത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് ഒന്ന് കാണാം. പിന്നെ സെയിൽസ് പരിപാടി ഉണ്ടല്ലോ പിന്നെ ചെറിയ രീതിയിൽ സെയിൽസ് ഉണ്ട്. ഇത് നമ്മുടെ വെൽവെറ്റ് ബ്ലാക്ക് എന്ന് പറയും. ഏഞ്ചൽ തന്നെയാണ്. ഏഞ്ചലിന്റെ ഒരു ബ്ലാക്ക് കളർ വരുന്നത്. ഗപ്പീനെ കാണാം. ഗപ്പിയുടെ ടോപ്പസ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗപ്പി ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഫൈറ്റേഴ്സ് കിടക്കുന്നുണ്ട്. മഴ കാരണേ മൂടിയിട്ടുള്ളതാണ്. യെല്ലോ കളർ വരുന്നത് നമുക്ക് യെല്ലോ ഡ്രാഗൺ എന്നാണ് പറയുന്നത്. യെല്ലോ കളർ വരും. ബോഡി വൈറ്റ് കളർ. പിന്നെ മറ്റേത് റെഡ് ഡ്രാഗൺ. ഓൾറെഡി ബോഡി വൈറ്റ്, ടൈലൊക്കെ വരുമ്പോൾ റെഡ് കളർ ഉണ്ടാവും. ഇപ്പൊ വലിയ കൊത്തുകളില്ല. കുറച്ചുകൂടി വലുതായി കഴിഞ്ഞിട്ട് അവിടെ കുത്തി ടൈലൊക്കെ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടിൽ ചെയ്യാം. ഈ സ്റ്റേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് മെയിലുകളുടെ വാല് കുറച്ചുകൂടി കൂടുതലായിട്ട് വരും. ഫീമെയിൽ കുറച്ചുകൂടി ഇതായിരിക്കും, വാല് ചെറുതായിരിക്കും. അതുപോലെ ഒരു ഉരുണ്ട ഷേപ്പായിട്ട് വരിക. ഇതൊക്കെ കാണുന്നത് ഫീമെയിലാണ്. ഇത് ഫീമെയിലാണ്. വാല് കുറച്ചുകൂടി ലെങ്ത് ആയിട്ട് വരുന്നത് മെയിൽ. ഈ അടിയിലത്തെ കാണുന്നത് മെയിലാണ്. ഇതിലിറങ്ങുന്നത് ഒരു ചെറിയ ടാസ്കാ. ഇങ്ങനെ പറ്റിയോ നോക്കിക്കേ. അത് കുഴപ്പമില്ല, കമ്പി പിടിച്ചാൽ മതി. ഡെയിലി തീറ്റിട്ട് കൊടുക്കും. ഡെയിലി തീറ്റിട്ട് കൊടുക്കും.
മൂന്നെണ്ണം ഏകദേശം ഒറ്റ കാറ്റഗറി ചെയ്യാം. ഇങ്ങനെ നിൽക്കണം മഞ്ഞ പോലുള്ള. മറ്റേത് രണ്ടെണ്ണം ഒരു കളറ് ഇല്ലാത്ത ആ ടൈപ്പാ. എന്റെ ഇതുണ്ടായിരുന്നു ആ കറുപ്പ് പോലത്തെ ഓ കളറ് ഇതും ബ്ലൂ കളറ് കളർ